ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ഇന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് മെലിഞ്ഞിരിക്കുന്നവർ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെക്കാനായിട്ട് പെടാപ്പാട് പെടുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് അല്ലേ. ഇവരൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്തായിരിക്കും? ബോഡി ഷേമിങ് കൊണ്ടായിരിക്കും ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും വരെയോ വല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളൊക്കെ നേരിടേണ്ടി വരും അല്ലേ. അപ്പോൾ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ശരിയായ രീതിയിൽ എങ്ങനെ വണ്ണം വയ്ക്കാം, ആരോഗ്യപരമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം വലിച്ചു വാരി കഴിക്കണം എന്ന് ഒരു ഡോക്ടറും പറയാറില്ല. നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ആണ്. BP 120/80 mmHg നിങ്ങൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരല്പം പോയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിലും ലോ BP ഉള്ളവർ ശ്രദ്ധിക്കുക. ഈ ലോ BP ഉള്ളവർ അതൊന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് ബോഡിയിൽ കാണാൻ സാധിക്കും. കാര്യം നിങ്ങളൊരു മെലിഞ്ഞിരിക്കുന്നവർ ഒരല്പം ഒന്ന് വണ്ണം വെക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും അല്ലേ. തീർച്ചയായിട്ടും ബ്ലഡ് സർക്കുലേഷൻ അവിടെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. സോ BP ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തൈറോയിഡ്, ഡയബറ്റിക്സ്, അതുപോലെ തന്നെ PCOD ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കുക പ്രോപ്പറായിട്ട്. PCOD എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, വണ്ണം വെച്ചവരിലല്ലേ ഇത് കാണുക എന്ന്. അങ്ങനെയല്ല, 2 ടൈപ്പ് ഉണ്ട്. മെലിഞ്ഞവരിലും ഇത് കണ്ടുവരാറുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു നിങ്ങൾ ആ മെലിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നം മാറും. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, വലിച്ചു വാരി കഴിക്കരുത് എല്ലാ സാധനവും. നിങ്ങൾ എന്താ പറയുക, ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെ ഇതിന് ഫോളോ ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെ ആഹാരങ്ങളാണ് ഇതിന് കഴിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവരാണ്, നമ്മളെല്ലാവരും കഴിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഒന്നും സ്ഥിരം ശീലമാക്കാതിരിക്കുക, സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കാതിരിക്കുക. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരുപാടുണ്ട്, ഇന്ന് അവൈലബിൾ ആണ്. കാര്യം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അതൊന്നും സ്ഥിരമായിട്ട് കഴിക്കരുത്. നിങ്ങൾ എന്താ പറയുക, ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ആരോഗ്യം നോക്കാണ്ട് എല്ലാം വലിച്ചു വാരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യവും ശ്രദ്ധിക്കുക ഇത്തരക്കാര്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ട് പ്രശ്നമുള്ളവർ, IBS, കോൺസ്റ്റിപ്പേഷൻ, ഡൈജഷൻ പ്രശ്നം, ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ആഹാരം, ഈ വണ്ണം വെക്കുന്നവരുടെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ആഹാരമാണല്ലേ. അപ്പോൾ അത് ചെല്ലുന്ന ആ ഒരു വയറ് ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അത് കറക്റ്റ് ചെയ്യുക. IBS എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി തോന്നുക, വയറിന് പെട്ടെന്ന് പിടിക്കാതെ വരിക, അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഉണ്ടാവില്ലേ, അതാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ എന്ത് കഴിച്ചിട്ടും ഞങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഹാരം എന്ന് പറയുന്നത് വെറുതെ കുറേ എന്തോ വലിച്ചു വാരി തിന്നത് അല്ല സംഭവം. അതിൽ പ്രോപ്പറായിട്ട് കാർബോഹൈഡ്രേറ്റും മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലേ. അപ്പോൾ അത്തരം ഡയറ്റാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം. എല്ലാ ദിവസവും നമ്മൾ ഒരു നേരം ചോറ് കഴിക്കാവുന്നതാണ്, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും അത്തരക്കാർക്ക് ചോറ് കഴിക്കാം. നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോട് ചോറ് സ്കിപ്പ് ചെയ്യാൻ പറയും. പക്ഷെ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഒരു നേരം അല്ലെങ്കിൽ 2 നേരം, മാക്സിമം 2 നേരം ആട്ടോ, അതിൽ കൂടുതൽ വേണമെന്ന് പറയുന്നില്ല. സോ ചോറ് നിങ്ങൾക്ക് കഴിക്കാം. കാര്യം കാർബോഹൈഡ്രേറ്റ്, എനർജി ലെവൽ ഈ ഒരു ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കഞ്ഞിയായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുടിക്കാം, അല്ല ചോറായിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കഴിക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് ഏത്തപ്പഴമാണ്. സോ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. അതിൽ സോഡിയം കുറവാണ് എങ്കിലും പൊട്ടാസ്യം റിച്ച് ആണ്. അപ്പോൾ ഈ BP ലോ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ഏത്തപ്പഴം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഏത്തപ്പഴം നിങ്ങൾക്ക് കഴിക്കാം. അതിൽ ആവശ്യത്തിലധികം കലോറിയും കാർബ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ഏത്തപ്പഴം കഴിക്കാം. ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. ഈ 2 ഓപ്ഷനാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഫോളോ ചെയ്യാം. എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും ചിക്കൻ, മുട്ട, അതുപോലെ തന്നെ പാല് നിങ്ങൾക്ക് കുടിക്കാം. ഈ ചിക്കൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീക്ക്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാം. അല്ല ചിക്കൻ കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് മീൻ കഴിക്കാം. എല്ലാ ദിവസവും ഫിഷ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. ഒരു മുട്ട വെച്ചിട്ട് കഴിക്കാം. 1-2 മുട്ടയുടെ
വെള്ളയാണ് നമുക്ക് കൂടുതൽ ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കൂടുതൽ മുട്ടയുടെ വെള്ളയാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ വെള്ള കഴിക്കാം, അല്ല ഒരു മുട്ടയായിട്ട് ഫുള്ളായിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. പാല് ഡൈജഷൻ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാല് കഴിക്കാം. രാത്രി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല രാവിലെ ആണെന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം പാല് ഒരു നേരം കുടിക്കാവുന്നതാണ്. സോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൂപ്പായിട്ട് ചിക്കൻ സൂപ്പോ മട്ടൺ സൂപ്പോ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള സമയത്തൊക്കെ അത് കുടിക്കാം. മട്ടൺ സൂപ്പ് കുറച്ചും കൂടെ എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. സോ സൂപ്പിന്റെ കാര്യം അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെയ്യില്ലേ. അപ്പോൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചോറ് കഴിക്കുമ്പോൾ ഒരു സ്പൂണിൽ നെയ്യ് ചൂടാക്കിയിട്ട് അത് അങ്ങനെ സേവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒരു 11-12 മണിയാകുമ്പോഴത്തേക്കും കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ നെയ്യ് ചൂടാക്കി ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കാം. അതൊരു നല്ല ഓപ്ഷനാണ്. സോ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി വെജിറ്റബിൾസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്ക് കഴിക്കാം. സോയാബീൻ, ചീര, ഇതൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അരി ആഹാരങ്ങൾ നിങ്ങൾക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അരി ആഹാരങ്ങൾ കഴിക്കാം. ഓട്സ് കഴിക്കാം. നമ്മൾ വണ്ണം വെക്കുന്ന ആ ഒരു ഡയറ്റ് ആണ് പറയുന്നത്. സോ അതിൽ നിങ്ങൾക്ക് അരി ആഹാരങ്ങൾ, അപ്പം, ദോശ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓട്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറ്റിൽ രാവിലെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അടുത്തതുപോലെ തന്നെ നട്ട്സ്, ബദാം, വാൾനട്ട്, ഇത് ഒരു 4 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി അല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിക്കാം. ഈ ഒരു വാൾനട്ട് എന്ന് പറയുന്നതും ബദാം എന്ന് പറയുന്നതും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളത് രാത്രി വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് കിടന്നാൽ വണ്ണം വയ്ക്കുമല്ലോ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാര്യം രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫങ്ഷനിങ് ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. സോ നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്കും അവിടെ കൊളസ്ട്രോൾ പോലെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. സോ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാത്രി എന്താ പറയുക ഒരുപാട് കഞ്ഞി ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അത് നിങ്ങൾ ചെയ്യരുത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് സപ്ലിമെന്റ്സ് കഴിച്ചാൽ വണ്ണം വയ്ക്കുക എന്ന് ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വണ്ണം വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ ഒക്കെ ഹെൽപ്പോട് കൂടി ചെയ്യാം. അങ്ങനത്തെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് എന്തും നിങ്ങൾക്ക് കഴിക്കാം. ഒരു ഡോക്ടർ ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കഴിക്കാം. പക്ഷേ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് അഡ്വർടൈസ്മെന്റും മറ്റതും ഒക്കെ കണ്ടിട്ട് ഒരിക്കലും അത്തരം ഫുഡ് സപ്ലിമെന്റ്സോ മെഡിസിൻസോ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അതിൽ ഓരോ മെഡിസിൻ്റെയും ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാരുടെയും ബോഡി അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ആ കാര്യം പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് എക്സസൈസ്, വെയിറ്റ് ഗെയിനിങ് എക്സസൈസ് ഉണ്ട്. ആ രീതിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് പറയുമ്പോഴത്തേക്കും പുഷപ്പ് എടുക്കാം, സിറ്റപ്പ്, അതുപോലെ തന്നെ സ്ക്വാട്ട്, അങ്ങനെ കുറേ എക്സസൈസ് ഉണ്ട്. കാർഡിയോ, അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാ ദിവസവും അത് ശീലിക്കാവുന്നതാണ്. ആയുർവേദം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേഹ്യവും ഘൃതവും ഒക്കെ അവൈലബിൾ ആണ്. അത് ഓരോന്നിൻ്റെ കണ്ടന്റ് ആണ്. ചിലതിൽ അജാശ്വഗന്ധാദി ആയിരിക്കും, അശ്വഗന്ധാദി, വിതാര്യാദി, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട്. അമൃതപ്രാശം ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക്. സോ അത്തരം നമ്മൾ ലേഹ്യവും ഘൃതവും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികളെ അല്ലെങ്കിൽ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നിങ്ങൾ ഒരിക്കലും കടയിൽ പോയിട്ട് ഇത്തരം മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. നേരിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ലേഹ്യവും ഘൃതവും ഒക്കെ തീർച്ചയായിട്ടും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. ഓരോന്ന് ഘൃതമായിക്കോട്ടെ ലേഹ്യങ്ങളായിക്കോട്ടെ അതിനൊക്കെ അനുപാനങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കഴിക്കേണ്ട എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അതനുസരിച്ച് ചാർട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.